മോളിവുഡിന്റെ ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ഫീൽ ഗുഡ് ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ഹൃദയപൂർവ്വം. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് മേഖലകളിലും സിനിമ പ്രതീക്ഷ ലെവൽ കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ 3,26,00,000 ഗ്രോസ് നേടിയെടുത്ത് തുടങ്ങിയ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം 8,10,00,000 എന്ന വളരെ മികച്ചൊരു കളക്ഷനാണ്. ഒരു ഫാമിലി പടത്തിന്റെ ഏറ്റവും മികച്ച കളക്ഷൻ എന്നൊക്കെ പറയാവുന്ന കളക്ഷനാണ് ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഓടും കുതിര ചാടും കുതിര കളക്ഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഓണച്ചിത്രങ്ങളിലെ ആദ്യ ദിവസം ഏറ്റവും ഉയർന്ന കളക്ഷൻ വന്ന സിനിമ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം തന്നെയായിരിക്കുമെന്ന് ഇനി നമുക്ക് ഉറപ്പിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഹൃദയപൂർവ്വത്തിന് മലയാളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്തിടും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1ഉം 2ഉം സ്ഥാനങ്ങളിലെ ലാലേട്ടൻ സിനിമകൾ തന്നെയാണ്. അതിൽ 1-ാം സ്ഥാനത്തെ എമ്പുരാൻ എന്ന സിനിമ 68 കോടി കളക്ഷനുമായിട്ടുണ്ടെങ്കിൽ 2-ാം സ്ഥാനത്ത് തുടരുമെന്ന സിനിമ 17 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസുമായിട്ട് ആദ്യ ദിവസമുണ്ട്. ഇപ്പോഴത്തെ 3-ാം സ്ഥാനത്ത് ഹൃദയപൂർവ്വം 8 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത ലിസ്റ്റിൽ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ഇതേപോലെ കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിവസത്തെ കളക്ഷൻ വന്ന ഈ വർഷത്തെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ 5 സിനിമകളുടെ പട്ടികയാണ് നാം നോക്കുന്നത്. അതിൽ 1-ാം സ്ഥാനത്തെ എമ്പുരാൻ എന്ന സിനിമയാണ്. 14 കോടിയിൽ പരമായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. 2-ാം സ്ഥാനത്ത് ഈ മാസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ കൂലിയാണ്. രജനികാന്ത് നായകനെത്തിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം 9,75,00,000 ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. 3-ാം സ്ഥാനത്ത് മറ്റൊരു ലാലേട്ടൻ സിനിമ തുടരുമെന്ന സിനിമയാണ്. 5,10,00,000 രൂപയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. ഇപ്പോഴത്തെ 4-ാം സ്ഥാനത്താണ് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമ ലിസ്റ്റിൽ ഇടം നേടിയെടുത്തിരിക്കുന്നത്. അതാണ് ഹൃദയപൂർവ്വം. 3,26,00,000 രൂപയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. സിനിമ പിന്തള്ളിയത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയാണ്. 3,23,00,000 രൂപ മാത്രമായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. വലിയ മാസ് സിനിമയാണ് ഇപ്പോഴത്തെ വെറുമൊരു ഫാമിലി പടം വെച്ച് ലാലേട്ടൻ തൂക്കിയെറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ 2025 വർഷം ലാലേട്ടനിൽ നിന്നും തുടരെയായിട്ട് ലാലേട്ടൻ പവർ വീണ്ടും ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. കാത്തിരിക്കൂ ഇനിയും ഇതുപോലുള്ള നേട്ടങ്ങൾ കേൾക്കുവാനായിട്ട്.